ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിൻ്റെ Kubernetes സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ സീരീസിലെ മൂന്നാമത്തെ സെഷനാണ്. ഈ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് Kubernetesൻ്റെ രണ്ട് കമ്പോണൻസ് ആണ്. അതായത് കോൺഫിഗ് മാപ്പും സീക്രട്സും എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള രണ്ട് സെഷൻസും കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ കോൺഫിഗ് മാപ്പും സീക്രട്സും എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസിനെ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു PHP ഫ്രണ്ട് എൻഡും ആപ്ലിക്കേഷനും അതിനും ബാക്ക് എൻഡായിട്ട് MySQLും ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു PHPയും MySQLും രണ്ടും കറസ്പോണ്ടിങ് ഡോക്കർ ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ Kubernetesൽ റൺ ചെയ്യുന്നുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. രണ്ടിനും കറസ്പോണ്ടിങ് ഡോക്കർ ഇമേജസ് ഉണ്ട്. അത് Kubernetes ഉപയോഗിച്ചിട്ട് ഇവിടെ റണ്ണിങ് സ്റ്റേറ്റിലാണ്, റൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ. അതായത് Kubernetes യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇത് രണ്ട് പോർട്സ് ആണ് എക്സാമ്പിളിന് വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു നോഡിനകത്തുള്ള രണ്ട് പോർട്സ്, ആദ്യത്തെ പോഡ് ഈ ഒരു PHP ആപ്ലിക്കേഷൻ ഉള്ളത്, രണ്ടാമത്തെ പോഡ് ഈ പറഞ്ഞ MySQL ബാക്ക് എൻഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു കമ്പോണൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സെഷൻ ആയതുകൊണ്ടാണ് തിയറി മാത്രമായിട്ട് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് ഉടനെ തന്നെ പ്രാക്ടിക്കൽ സെഷനിലോട്ട് കിടക്കാം. അടുത്ത ഒരു 1-2 സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽസിലോട്ട് കിടക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഇതിന് വേണ്ടി രണ്ട് പോർട്സാണ് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഒന്ന് PHP ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു പോഡും രണ്ടാമത്തത് MySQLനും. രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സർവീസസ്, അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് സർവീസസ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PHP ആപ്ലിക്കേഷന് MySQLുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? MySQLൻ്റെ ഒരു കണക്ഷൻ എൻ പോയിൻ്റ് വേണം, അല്ലേ? അപ്പോൾ നമുക്കിവിടെ സർവീസാണ് ആ ഒരു എൻ പോയിൻ്റ്, സർവീസ് കമ്പോണൻ്റാണ് ആ ഒരു എൻ പോയിൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിത് വളരെ ബേസിക്കായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ കൺവെൻഷൻസ് എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റിൻ്റെ, ഈ ഒരു MySQLൻ്റെ സർവീസ് കമ്പോണൻറ്റിൻ്റെ ഒരു എൻ പോയിൻ്റ് URL നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു എൻ പോയിൻ്റ് URL ഇപ്പോൾ MySQL DB സർവീസ് എന്ന് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു URL വെച്ചിട്ടാണ് PHP ആപ്ലിക്കേഷൻ അതിൻ്റെ ബാക്ക് എൻഡായ MySQLുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പം യൂഷ്വൽ കേസിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ പറഞ്ഞ ബാക്ക് എൻഡ് സർവീസിൻ്റെ, അതായത് നമ്മുടെ കേസിൽ ഈ പറഞ്ഞ MySQL പോഡിൻ്റെ സർവീസ് URL എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? യൂഷ്വൽ കേസിൽ ഈ പറഞ്ഞ PHP ആപ്ലിക്കേഷൻ്റെ ഒരു കറസ്പോണ്ടിങ് കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടാവും. ആ കോൺഫിഗറേഷൻ ഫയലിൽ ആയിരിക്കും ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ഈ പറഞ്ഞ ബാക്ക് എൻഡ് URL MySQLൻ്റെ. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടാകും. ആ കോൺഫിഗറേഷൻ ഫയലിലായിരിക്കും ഈ URL ഹാർഡ് കോഡ് ചെയ്ത് എഴുതി വെച്ചിട്ട് അതും കൂടെ ചേർത്തായിരിക്കും ഇത് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ Kubernetesനകത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോഡിൽ ഇത് ഡോക്കർ ഇമേജ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റണ്ണിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് സാധാരണ ഇത് ഹാർഡ് കോഡ് ചെയ്ത് വെക്കുന്ന കേസാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഫയൽ, അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടായിരിക്കുമല്ലോ. അതിലാണ് നമ്മളിങ്ങനെ ഉള്ള പാരാമീറ്റേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ബാക്ക് എൻഡ് ഡേറ്റാബേസിൻ്റെ കണക്ഷൻ സ്ട്രിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കോൺഫിഗറേഷൻ ഫയലിലായിരിക്കും. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ ഫയലും നമ്മൾ ഈ ഒരു മെയിൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്ത്, ഡോക്കർ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതാണിപ്പോൾ Kubernetes ഉപയോഗിച്ച് നമ്മൾ റൺ ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരെയാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു കണക്ഷൻ URL ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ MySQL DB സർവീസ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിപ്പോൾ DB സർവീസ് എന്നാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഞാനിവിടെ URL, അതിൻ്റെ എൻ പോയിൻ്റ് URL ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ URL ഈ ആപ്ലിക്കേഷൻ്റെ കോൺഫിഗറേഷൻ ഫയലിനകത്ത് ഹാർഡ് കോഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് എന്നിട്ട് ഇമേജ് ആക്കിയിട്ടാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ URL ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും അത്
അപ്ഡേറ്റ് ചെയ്യണം എൻ്റെ റെപ്പോസിറ്ററിയിൽ അല്ലേ, എൻ്റെ ആപ്ലിക്കേഷൻ റെപ്പോസിറ്ററിയിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത ശേഷം വീണ്ടും ഞാനത് റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്യുന്ന എന്തിനാണ്? വീണ്ടും അത് ഇമേജായിട്ട് ഡോക്കർ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനത് റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്ത ശേഷം ഞാൻ റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യണം. എന്നിട്ട് ആ റെപ്പോസിറ്ററിയിൽ നിന്ന് വീണ്ടും അത് പുള്ള് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലേ, ഓക്കെ, ഞാനത് ഒരു സെക്കൻഡ്, ഞാനത് റീബിൽഡ് ചെയ്യണം അല്ലേ, ഞാനത് റീബിൽഡ് ചെയ്യണം അല്ലേ. റീബിൽഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? ഞാനത് റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യണം. പുഷ് ടു എവിടെയാണ്? റെപ്പോസിറ്ററിയിൽ. ഇപ്പോൾ ജിറ്റ്ഹബാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ റെപ്പോസിറ്ററിയിലോട്ട് ഞാനത് പുഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ റെപ്പോസിറ്ററിയിൽ നിന്നൊന്ന് ഞാനത് പുള്ള് ചെയ്തെടുത്തുകൊണ്ട് വന്ന് ഈ പോഡിലോട്ട് പുള്ള് ചെയ്തെടുത്തുകൊണ്ട് വരണം അല്ലേ. പുള്ള് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഞാൻ ഈ കണ്ടെയ്നർ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യണം. ഞാനിവിടെ ഈ പോഡ് ഇതിനകത്തുള്ള കണ്ടെയ്നർ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ ഇവിടെ ഞാൻ ഈ മാറ്റിയ URL പുതിയതായിട്ട് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത ശേഷം വീണ്ടും ആ ഇമേജ് റീബിൽഡ് ചെയ്തെടുത്തു. പിന്നെ റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും പുള്ള് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ കണ്ടെയ്നറിനകത്ത് കൊണ്ടുവന്നിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാത്രമേ അത് എഫക്റ്റീവിലായിട്ട് ഈ ചേഞ്ചായ MySQLിലോട്ട് എൻഡ് പോയിൻ്റ് URL ചേഞ്ചായ MySQLിലോട്ട് വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് വർക്കിംഗ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും എനിക്ക് ഇത്രയും സ്റ്റെപ്സ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു കണക്ഷൻ സ്ട്രിങ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. പക്ഷേ അപ്പം ഇവിടെ അത് ഹാർഡ് കോഡ് ചെയ്ത ആദ്യത്തെ കണക്ഷൻ സ്ട്രിങ് ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം അത് പിന്നെ കണക്ഷൻ കിട്ടാതാവും. കണക്ഷൻ കിട്ടാതാകുമ്പോൾ ഞാൻ പിന്നെ ഇത്രയും സ്റ്റെപ്സ് ചെയ്യണം. വീണ്ടും ഇമേജ് ബിൽഡ് ചെയ്യണം, റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യണം, പിന്നെ അവിടെ നിന്ന് വീണ്ടും പുള്ള് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് പോഡിനകത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും റൺ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് കോൺഫിഗ് മാപ്പ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുബർനെറ്റിസിൽ. അപ്പോൾ കോൺഫിഗ് മാപ്പ് ഉണ്ടെങ്കിലുള്ള യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് കോൺഫിഗ് മാപ്പിൻ്റെ ഒഫീഷ്യൽ ഐക്കൺ കുബർനെറ്റിസിനകത്തുള്ള. അപ്പോൾ കോൺഫിഗ് മാപ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ കോൺഫിഗറേഷൻസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റാണ് കോൺഫിഗ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള കണക്ഷൻ URLs, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡാറ്റാബേസിൻ്റെ കണക്ഷൻ URL ഒന്നും നമുക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കേണ്ട, ഈ ഇമേജിനകത്ത് തന്നെ ഹാർഡ് കോഡ് ചെയ്ത് വെക്കേണ്ട, പകരം ഈ പറഞ്ഞ കോൺഫിഗ് മാപ്പിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അതൊരു എക്സ്റ്റേണൽ കമ്പോണൻ്റായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ, ഇങ്ങനെയുള്ള ഈ ഒരു URLന് ഇപ്പോൾ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രിങ് നമുക്കിവിടെ മാറ്റി എഴുതി കൊടുക്കാം. അപ്പോൾ ഈ കോൺഫിഗ് മാപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ആ URL, പുതിയ URL ഏതാണോ അത് റീഡ് ചെയ്ത് എടുത്തോളും. അങ്ങനെ കോൺഫിഗ് മാപ്പിനകത്ത് നമുക്ക് ഇങ്ങനത്തെ കോൺഫിഗറേഷൻസ് ഒക്കെ എഴുതി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൽ നിന്നാണ് വളരെ ഫ്ലെക്സിബിളായിട്ട് ഡൈനാമിക്കായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അത് റീഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പാറ്റേണിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ DB URL ഈക്വൽ MySQL DB സർവീസ്. അപ്പോൾ MySQL DB സർവീസ് എന്നുള്ളതായിരുന്നു എൻ്റെ കണക്ഷൻ URL, MySQLൻ്റെ സർവീസിൻ്റെ കണക്ഷൻ URL. അപ്പോൾ ഇവിടെ നമുക്ക് DB ഈക്വൽ ആ ഒരു URL ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കോൺഫിഗ് മാപ്പിൽ. അപ്പോൾ നമ്മുടെ PHP ആപ്ലിക്കേഷൻ എപ്പോഴും റീഡ് ചെയ്തെടുക്കുന്നത് ഈ DB URLിലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും. അപ്പോൾ ഈ DB URL ഞാൻ ഇക്വേറ്റ് ചെയ്യുന്ന വാല്യൂ എപ്പം എന്ത് ഞാൻ ചേഞ്ച് ആക്കി കൊടുത്താലും അത് പുതിയ വാല്യൂ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ഡൈനാമിക്കായിട്ട് എടുത്തോളും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും URLs ചേഞ്ച് ആവുകയാണെങ്കിൽ അത് എനിക്കിവിടെ മാറ്റി കൊടുത്താൽ മതി ഈ കോൺഫിഗ് മാപ്പിൽ. അപ്പോൾ കോൺഫിഗ് മാപ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് DB URL എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിലോട്ടാണ് പോകുന്നത്. അതിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. അപ്പോൾ നമുക്കിത് കാര്യങ്ങൾ വളരെ ഫ്ലെക്സിബിളും ഡൈനാമിക്കുമായിട്ട് മാറും ഈ ഒരു കോൺഫിഗ് മാപ്പ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനി രണ്ടാമത്തെ കമ്പോണൻ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സീക്രട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പം ഈ ഒരു MySQLൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് പോയിൻ്റ് കണക്ഷൻ URL മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന മറ്റെന്തൊക്കെ വരും നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് അതിൻ്റെ കൂടെ വരുന്നത് ഒരു ഡേറ്റാബേസ് ആകുമ്പോൾ അതിൻ്റെ ഒരു യൂസർ വരും, യൂസർ നെയിമും പിന്നെ അതിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് പാസ്വേഡും ഒക്കെ വരും അല്ലേ. ഞാനൊരു വളരെ മോസ്റ്റ് കോമൺ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പാരാമീറ്റേഴ്സും കൂടെ വരുമെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ ഇതും നമുക്ക് കോൺഫിഗ് മാപ്പിൽ തന്നെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചൂടെ? നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ കോൺഫിഗ് മാപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും, നമുക്ക് യൂസർ നെയിം ഓഫ് കോഴ്സ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കോൺഫിഗ് മാപ്പിൽ തന്നെ. പക്ഷേ പാസ്വേഡ് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് ഒട്ടും സെക്യൂർ അല്ല, ആണോ? ഒരിക്കലും അല്ല. പാസ്വേഡ്സ് ഒരിക്കലും നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിൽ വെറുതെ നമ്മളിപ്പോൾ ഒരു നോട്ട് പാഡിൽ നമ്മൾ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കുമോ? ഒരിക്കലും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസിൻ്റെ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് കോൺഫിഗ് മാപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് മാത്രമേ അത് സ്റ്റോർ ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു സെക്യൂരിറ്റി വൾനറബിലിറ്റിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മറ്റൊരു കമ്പോണൻ്റാണ് സീക്രട്ട് എന്നും പറഞ്ഞിട്ടുള്ളൊരു കമ്പോണൻ്റ്. ക്യൂബർനെറ്റീസിൻ്റെ തന്നെ കോൺഫിഗ് മാപ്പ് പോലെ തന്നെയുള്ള മറ്റൊരു കമ്പോണൻ്റാണ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സീക്രട്ടിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് ബേസ് 64 എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. ബേസ് 64 എൻക്രിപ്റ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു ഇൻഫർമേഷൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും ഡയറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല ഡീക്രിപ്റ്റ് ചെയ്യാതെ. അപ്പോൾ ഇതൊരു സെക്യൂർ മെത്തേഡാണ്. അപ്പം ഇങ്ങനെയുള്ള യൂസർ നെയിമും പാസ്വേഡ്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾ സീക്രട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീക്രട്സ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ആപ്ലിക്കേഷൻ, നമ്മുടെ PHP ആപ്ലിക്കേഷൻ, ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണക്ഷൻ സ്ട്രിങ് സ്റ്റോർ ചെയ്ത് വെച്ചതുപോലെ തന്നെ നമുക്ക് DB യൂസർ എന്നും DB പാസ്വേഡ് എന്നും പറഞ്ഞ് ഫോർ എക്സാമ്പിൾ 2 സ്ട്രിങ്ങിലോട്ട് നമ്മൾ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത് റീഡ് ചെയ്തെടുത്തോളും നമ്മുടെ PHP ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടെയും ഇത് ചേഞ്ച് ആവുകയാണെങ്കിൽ, യൂസർ നെയിം പാസ്വേഡൊക്കെ ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ സീക്രട്സിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് റീഡ് ചെയ്തെടുത്തോളും. അല്ലാതെ നമുക്ക് ഒന്നേന്ന് നമുക്ക് ഇമേജ് റീബിൽഡ് ചെയ്യുകയും റെപ്പോസിറ്ററിയിൽ പുഷ് ചെയ്തിട്ട് പിന്നീട് പുള്ള് ചെയ്ത് കൊണ്ടുവന്ന് രണ്ടാമത് പോർട്ടിൽ കൊണ്ടുവന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനത്തെ tedious ജോബൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് ഈ 2 കമ്പോണൻസിൻ്റെയും യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഫിഗ് മാപ്പും സീക്രട്സ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള 2 കമ്പോണൻസ് ആണ്. പക്ഷേ ഇത് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ആണ്, എല്ലാ കമ്പോണൻസിനും ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ